ആളുകളെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇവരിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക കേട്ടോ. അതായത് 1:5 എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2025 നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മികച്ച അവസരമായിരുന്നു ബെൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു PSU സെക്ടറിൽ വരുന്ന കമ്പനിയുടെ പ്രൊബോഷണറി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. സോ ഈ ഒരു പ്രൊബോഷണറി എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ എക്സാം പാറ്റേൺ, സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 200 വേക്കൻസീസ് ഇലക്ട്രോണിക്സിലും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ 200 വേക്കൻസീസ് വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 200 വേക്കൻസി വരുന്നുണ്ട്. അതേപോലെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 150 പോസ്റ്റുകളും വരുന്നുണ്ട്. മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 150. അങ്ങനെ ടോട്ടൽ 350 പോസ്റ്റുകളാണ്. അതൊരു ചെറിയ നമ്പർ അല്ലല്ലേ. അതായത് പ്രൊബോഷണറി എഞ്ചിനീയറിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന PSU, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോസ്റ്റിലേക്ക് വരുന്ന സാലറി 13 ലക്ഷമാണ്. CTC പറഞ്ഞിരിക്കുന്നത് 13 ലക്ഷമാണ്. എന്ന് വെച്ചാൽ ഒരു മാസം 1 ലക്ഷത്തിലധികം നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുണ്ട്. സോ അത്രയും മികച്ചൊരു പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ എക്സാം എങ്ങനെയാണ് വരിക, എന്തൊക്കെയാണ് ഈ എക്സാമിൽ വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും വരിക. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 120 മിനിറ്റിൽ 125 ക്വസ്റ്റ്യൻസുകൾ, 2 അവേഴ്സിൽ 125 ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 125 ക്വസ്റ്റ്യൻസിൽ 100 ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ ആയിരിക്കും. 100 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും 25 ക്വസ്റ്റ്യൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന സെക്ഷനുമാണ് വരിക. ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 25 ക്വസ്റ്റ്യനും 100 ക്വസ്റ്റ്യൻ ടെക്നിക്കലുമാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 1 മാർക്ക്. ഓരോ ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. ദർ വിൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ റോങ് ആൻസർ. 1/4 നെഗറ്റീവ് മാർക്കിംഗ് ഡിഡക്ഷൻ അവിടെ വരുന്നുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്, തെറ്റിക്കഴിഞ്ഞാൽ 1/4 നെഗറ്റീവ് മാർക്കും വരുന്നുണ്ട്. ആകെയുള്ള 125 ക്വസ്റ്റ്യൻസിൽ 100 ടെക്നിക്കൽ ക്വസ്റ്റ്യനും 20 ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസുമാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഡിറൈവ്ഡ് ഫ്രം ദ കോർ എഞ്ചിനീയറിംഗ് സബ്ജക്ട് ദാറ്റ് കാൻഡിഡേറ്റ് ഹാവ് സ്റ്റഡിഡ് ആസ് എ പാർട്ട് ഓഫ് ദ റെസ്പെക്റ്റീവ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഓർ സ്പെഷ്യലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ കോർ സബ്ജക്റ്റുകൾ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ കോർ സബ്ജക്റ്റുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരിക. അതേപോലെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കോർ സബ്ജക്റ്റുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ എക്സാമിന് വരുന്നുണ്ടാവുക. ഇനി ഈ ഒരു എക്സാമിൽ ഞാൻ പറഞ്ഞു 25 ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നുണ്ടെന്നല്ലേ. അത് അനലിറ്റിക്കൽ ആൻഡ് റീസണിങ് എബിലിറ്റീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ അനാലിറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എല്ലാ എക്സാംസുകളിലും, റെയിൽവേയുടെ എക്സാം ആയിക്കോട്ടെ, CGL എക്സാം ആയിക്കോട്ടെ, അതിലൊക്കെ വരുന്ന ഏരിയ തന്നെയാണ്. സോ അതൊക്കെ കുറെ കൂടി ഫെമിലിയർ ആയിട്ടുള്ള സിലബസ് ആണ് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഈ എക്സാമിൻ്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഇതേപോലുള്ള PSUസിൻ്റെ എക്സാംസൊക്കെ ഒരു ഗേറ്റ് ലെവലിലൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. ശരിക്കും ഗേറ്റ് ലെവൽ ഒരു എക്സാം നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇല്ല എന്ന് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സാമിൻ്റെ ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ടെക്നിക്കൽ ക്വസ്റ്റ്യനും 25 ജനറൽ ക്വസ്റ്റ്യനും തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 120 മിനിറ്റ്സ് ആണ്. ഗേറ്റ് എക്സാം എങ്ങനെ വരുന്നത്? ഗേറ്റ് എക്സാം 3 മണിക്കൂറുള്ള എക്സാമാണ്. 3 മണിക്കൂറിൽ 65 ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത്. അതായത് 3 മണിക്കൂറിൽ 65 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നതെങ്കിൽ ഇവിടെ 2 മണിക്കൂറിൽ അതിൻ്റെ ഇരട്ടി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 125 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ അവിടെ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ കുറച്ചുകൂടി കൺസിഡർ ചെയ്യണം കേട്ടോ. നമ്മൾ പ്രിപ്പറേഷനിൽ നമ്മൾ തീർച്ചയായിട്ടും അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു ഗേറ്റിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും ഗേറ്റിലൊക്കെ വരുന്ന പോലെ ലെങ്തി ആയിട്ടുള്ള 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസുകളൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2025 നിങ്ങൾ ലെക്ചർ ഇൻ പോളിടെക്നിക് എഴുതുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ നിങ്ങൾ കോർ സബ്ജക്റ്റുകൾ മുഴുവൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എക്സാം ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ കോർ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്. സോ കോർ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആപ്റ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൽ എന്ന് പറയുന്ന എക്സാമിൻ്റെ ആ ഒരു എക്സാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രമാണ് പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയർ എന്ന് നോക്കിയാൽ ഇത് മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഈ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രൊസീജിയറോട് ഞാൻ പറയാണ്.
അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ദ കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു ജനറൽ ഓർ OBC ഓർ EWS ഓർ ESM നീഡ്സ് ടു സ്കോർ എ മിനിമം ഓഫ് 35%. എക്സാമ്പിൾ നിങ്ങൾ മിനിമം 35% സ്കോർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു SC ST ഓർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി നീഡ് ടു സ്കോർ എ മിനിമം ഓഫ് 30% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ 35 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയി എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അത് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഇതിൽ അവർ 35 പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ എക്സാമിൽ 35% ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് എത്താം എന്നല്ല. അവരെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ based on the computer test score, candidate will be shortlisted for interview in order of merit in the ratio 1:5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1:5. അതായത് ഇപ്പം നമ്മൾ വേക്കൻസീസിൻ്റെ ആണ് ഞാൻ പറഞ്ഞു 350 വേക്കൻസി ആണ് അല്ലേ. 350 വേക്കൻസി ആണെങ്കിൽ ഇൻറ്റു 5 അപ്പോൾ എത്ര വരും? 1750 ആളുകളായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ 1750 എന്ന് പറയുമ്പോൾ കാറ്റഗറി വൈസ് ഒക്കെ ആയിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 1750 ആളുകളെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇവരിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക കേട്ടോ. അതായത് 1:5 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പോസ്റ്റിലേക്ക് 5 ആളുകളെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇന്റർവ്യൂവിന് വേണ്ടി കോൾ ഓഫ് ചെയ്യുന്നുണ്ടാവുക. സോ ആ രീതിയിലുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും വരിക. 35%, 30% എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, ആ പെർസെൻറ്റേജ് മതിയാവില്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. അതിൽ കൂടുതൽ മാർക്ക് എന്തായാലും വേണ്ടി വരും, അതിലൊരു സംശയമില്ല. സോ ആ രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് ഇന്റർവ്യൂ നടത്തും. അപ്പോൾ ഇന്റർവ്യൂവിൻ്റെ മാർക്കും അതേപോലെ തന്നെ ഇന്റർവ്യൂവിൻ്റെ മാർക്ക് വരുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് 125 നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക അല്ലേ, 125 നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക. അതിനെ അവർ 85 എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതിന് 85 മാർക്കിലേക്ക് അവർ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ 85 മാർക്കിൽ നിങ്ങൾക്ക് എത്ര വരുന്നുണ്ടോ അതും മറ്റേ ഇന്റർവ്യൂവിൽ 15 മാർക്കുമാണ് ഉണ്ടാവുക. അങ്ങനെയായിരിക്കും നിങ്ങളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇത് തന്നെയാണ് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത്. ഇന്റർവ്യൂസിനെക്കാട്ടിലും ഏറ്റവും പ്രാധാന്യമുള്ളത് റിട്ടൺ ടെസ്റ്റ് തന്നെയാണ്. റിട്ടൺ ടെസ്റ്റിൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 85% മാർക്കും 15% മാർക്ക് ഇന്റർവ്യൂവിൽ നിന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ്. ബിടെക് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് ബിടെക്കുകൾ, ഇതിനും ഫസ്റ്റ് ക്ലാസ് ബിടെക് ആണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 2025 ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്ന് തന്നെയാണ് ബെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെല്ലിന്റെ പ്രൊബോഷണറി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബെല്ലിന്റെ ഈ ഒരു പ്രൊബോഷണറി എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള കോഴ്സ് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇതിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.